വൈറ്റ് ലക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റീവ് ദേ ഞാൻ ക്യാമറയായി വന്നപ്പോൾ അവൻ്റെ ഡൈനസോറിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരെല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാഴ 2 ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കുറച്ച് കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ദേ അടുക്കളയിലേക്ക് വന്നേക്കാണ്. ഇവിടെ ചേച്ചിമാരും പിന്നെ നമ്മുടെ മാമയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ചേച്ചി ഇപ്പോൾ എൻ്റെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചിയാണ് ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് UP സ്റ്റൈൽ. അതായത് ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചൂടാക്കി കഴിയുമ്പോൾ പൊളപ്പിക്കാൻ വേണ്ടി, ഇങ്ങനെ വീർക്കാൻ വേണ്ടി ഗ്യാസും അങ്ങനെ വെച്ച് വീർപ്പിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സിജി ചേച്ചി പറഞ്ഞു നിൻ്റെ, അതായത് ലീ ചേച്ചിയുടെ ചപ്പാത്തി കഴിക്കാനൊരു മോഹം. പിന്നെ സന്നജാനാണെങ്കിൽ ചെറുതായിട്ട് ഫുഡ് കൺട്രോളിങ് കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ചേച്ചി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചപ്പാത്തി കുഴക്കലും ഉരുട്ടലും പരത്തലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കുക, സൈസിലുള്ള ചപ്പാത്തി. പക്ഷെ ചേച്ചി ഉണ്ടാക്കുമ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ്, ആ ഒരു ചെറിയ ചപ്പാത്തിയാണ് കേട്ടോ. നമ്മൾ പൂരിയുടെ ആ ഒരു അത്രയും സൈസൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പം അങ്ങനെ പിന്നെ ഇന്നലെ മേടിച്ച പഴംപൊരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. അപ്പം ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. എല്ലാവരും അവർ സിനിമ ആണല്ലോ, അപ്പോൾ സിനിമ കാണുമ്പോൾ കൊടുക്കാം, നമുക്കും കഴിക്കാം. സ്റ്റീവ് കുറച്ച് നേരം അവരുടെ കൂടെ സിനിമ കാണാനിരുന്നു കേട്ടോ. പിന്നെ അവന് ബോറടിച്ചു. ആൾക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവണമെന്നില്ല. കാർട്ടൂണോ അങ്ങനത്തെ എന്തെങ്കിലും മൂവിയൊക്കെ ആയിരുന്നെങ്കിൽ സ്റ്റീവ് അവിടെ ഇരുന്നാനെ. കുറച്ച് നേരം ഇരുന്നു. പിന്നെ ആൾ ഇറങ്ങി വന്ന് അവൻ്റെ ഡൈനസോറിനെയും അവൻ്റെ ടോയ്സിനൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് മാറ്റി തരുമോ, എനിക്ക് കാർട്ടൂൺ കാണണം. എന്നുവെച്ചാൽ അവർ കാണുമ്പോൾ ആൾക്കൊരിത് അങ്ങനെ. അപ്പോൾ ഞാൻ അമ്മയുടെ TV വെച്ച് കൊടുത്തു അവന്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചോറ് വെച്ചു. പിന്നെ ചേച്ചി വെണ്ടക്കായ ചേച്ചി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് സിജി ചേച്ചി തിരിച്ചു പോവും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുമ്പോൾ സിജി ചേച്ചി പോകും കേട്ടോ. അപ്പം ഇത്രയും ദിവസത്തെ ഒരു എല്ലാവരും കൂടിയുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ചെറിയ രീതിയിലൊരു വ്യത്യാസം വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ദിവസം 2 വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ചില ദിവസം 1 വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവണുണ്ടാവാം, ചിലപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ മിസ്സാവണുണ്ടാവാം കമൻറ്റിൽ കൂടെ, എനിക്കങ്ങനെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പഴംപൊരി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റീവിനുള്ളത് ഞാൻ ഒരു പാത്രത്തിലെടുക്കുകയാണ്, അമ്മയ്ക്കുമുള്ളത് പാത്രത്തിലെടുക്കുകയാണ്. ബാക്കി അവർക്ക് നേരെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ചേച്ചി അവിടെ ചേച്ചിയുടെ സ്റ്റൈലിലുള്ള ചപ്പാത്തി ഉണ്ടാക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീർത്ത് വരണ കാണുമ്പോൾ നല്ല രസമല്ലേ. പക്ഷെ ഇത് ഹെൽത്തി ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. നമ്മൾ ഗ്യാസമ്മ വെച്ച് പോളപ്പിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്, നല്ലതല്ല എന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പഴംപൊരി നമ്മുടെ സിനിമക്കാരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇനി കഴിച്ചിട്ട്, ഗ്രേസിന് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്നോട്. പിന്നെ പറഞ്ഞു എന്നാൽ എനിക്കും തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരി ബാലൻസ് ഉണ്ടായതൊക്കെ തീരാണ്. അപ്പം ഇത് അമ്മയ്ക്കുള്ളതാണ് കേട്ടോ പഴംപൊരി. അപ്പം അങ്ങനെ നമ്മുടെ പഴംപൊരി അങ്ങനെ തീർത്തു. അപ്പം ഇനി അടുക്കളയിലാണെങ്കിൽ ഇവിടെ വെണ്ടക്കായ റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിയിട്ടാണ്. അപ്പോൾ പാൻ വെച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്കായനെ കട്ട് ചെയ്ത് വെണ്ടക്കായ ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആദ്യം വറ്റിച്ച് മാറ്റിയിട്ടാണ് റെഡിയാക്കി എടുക്കണത്. അപ്പോൾ അതിലേക്ക് സവോളയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴറ്റി മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മസാലപ്പൊടികളൊക്കെ ഇടാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇടുന്നുണ്ട്, അല്ലെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല, അതാണ് ചോദിച്ചത് എന്നോട്. അപ്പോൾ ഞാൻ മീറ്റ് മസാല എടുത്ത് കൊടുത്തായിരുന്നു. മീറ്റ് മസാല വെച്ചാൽ ചിക്കൻ മസാല എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് നല്ലോണം വഴറ്റിയിട്ട് പിന്നെ വെണ്ടക്കായനും കൂടെ ഇടാണ് കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമൽ ടേസ്റ്റിന് വിട്ട് നമ്മൾ വെണ്ടക്കായ്ക്ക് അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ഫ്രൈ ചെയ്യണോണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു വഴുവഴുപ്പ് പോലത്തെ പരിപാടികളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാലയുടെ ഫ്ലേവറിലുള്ളൊരിത്.
അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ ചേച്ചിയുടെ കുക്കിംഗ് ഇവിടെ തകൃതിയായി നടക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡി ആവട്ടെ, എന്നിട്ട് ഞങ്ങൾ സിജിജിനെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടാ. അപ്പം അങ്ങനെ നമ്മുടെ സിജി ചേച്ചി തിരിച്ചു പോകാണ്ടെന്ന്. അപ്പോൾ 2-3 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ദിവസങ്ങൾ ധന്യപൂർണ്ണമാക്കിയ സിജി ചേച്ചിക്ക് റോണിനും ഞങ്ങളുടെ പേരിലും വൈൽഡ് വ്ളോഗ്സിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഞങ്ങൾ വളരെ സന്തോഷകരമായി എന്നെ റോണിനെ വളരെ മാനസികമായും എന്താ പറയുക എല്ലാ തരത്തിലും ഉല്ലാസവതിയാക്കിയ സണ്ണിക്കുട്ടനും കുടുംബത്തിനും ചേച്ചിക്കും കുടുംബത്തിനും എല്ലാവർക്കും ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നീ പിന്നെ എന്തിനാ പോണേ? നീ 10 ദിവസമായി. 2 ദിവസം കൂടെ നിങ്ങൾക്ക് നിന്നിട്ട് പോയി കൂടെ? വരാലോ, സ്കൂള് തുറക്കാൻ ഇനി ഒരാഴ്ച കൂടി ഉണ്ട്. അവൾക്കൂടെ നിൽക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവൾക്ക് പെട്ടെന്ന് പോണം. പിന്നെ എത്ര ദിവസം നിന്നിപ്പോ? ഓക്കെ, റോണോടെ പോയി. അപ്പോൾ എന്നിട്ടായാലും ഞങ്ങള് പോത്തുശ്ശേരി വരെ പോവാണ്. അപ്പം എന്തായാലും ഇവരെയും കൂടി അവിടെ കൊണ്ട് തട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ലീ ചേച്ചിയുടെ അനിലേട്ടൻ്റെ മാമയും പാപ്പനും ഒക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും അമ്മ വീട്ടിലേക്ക് ഒന്ന് പോയി കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചേച്ചി ഇവിടെ ഉണ്ട്. റോൺ ഇവിടെ ഞാൻ ആരോടും കയറരുന്ന് പറഞ്ഞിട്ടായതാണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും പോവാണ്. അഞ്ജലി ഉള്ളിലുണ്ട്, മിടു ഉണ്ട്, ഒക്കെ ഉണ്ട്. അയ്യോ, അഞ്ജലി എവിടെയാണല്ലേ? അപ്പം ഞങ്ങൾ അമ്മയുടെ ആങ്ങളമാരുടെ വീട്ടിലേക്ക് പോയിട്ടാണ് സിജിജിനെ കൊണ്ടാക്കാൻ പോണേ. ഞങ്ങളെല്ലാവിടെയും പോകണില്ല, ഒരു വീട്ടിലേക്ക് പോകണുള്ളൂ. കാരണം പള്ളിയിൽ ഇന്ന് കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിജിജിനെ ഞങ്ങളാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചാമ്പയ്ക്ക് നല്ല പഴുത്ത് തുടുത്തിരിക്കുന്ന ചാമ്പയ്ക്ക് കണ്ടപ്പോൾ കഴിക്കാൻ നല്ല മോഹം. അപ്പോൾ സണ്ണിയേട്ടൻ പുഴുവൊക്കെ ഉണ്ടാവും നോക്കിയിട്ടാണ് കഴിക്കണേ. ചില ഇതിൽ പുഴു ഉണ്ടാവുമല്ലോ, പക്ഷേ ഇപ്രാവശ്യം അത്ര വലിയ പുഴു ഉണ്ടായിരുന്നില്ല കേട്ടോ മുമ്പത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ചാമ്പയ്ക്ക് പൊട്ടിക്കലും കഴിക്കലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോഴേക്കും നമ്മുടെ കൊറിയറുകൾ വന്നിട്ടുണ്ട്. കൊറിയർ വന്നിട്ടുണ്ട്. ഈ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ഈ സൈറ്റിന്റെ പേര് OMIAT ഷോപ്പ്, കാഞ്ഞിരമറ്റം, കോട്ടയം. അപ്പൊ അവിടുന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളുണ്ടാവും. കൊറിയൻ പ്ലാന്റ്സും പിന്നെ ടെറേറിയം പ്ലാന്റ്സും ഒക്കെ ഉണ്ട് ഇതില്. ഞാൻ എന്തിട്ട് ഓർഡർ ചെയ്യും, പക്ഷെ ഇതൊന്നും ഒരു പേര് വയ്ക്കാത്ത ഇത് ഏതാണെന്നൊന്നും ഒന്നും പിടുത്തില്ല. നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പർപ്പിള് കളർ നോക്കിയല്ലേ പറഞ്ഞേ. അപ്പൊ എനിക്ക് ഇതിലൊക്കെ നമ്മള് അക്വേറിയം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് മാറ്റി അമ്മയുടെ റൂമിൽ വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തേക്കാം. മാറ്റം അറിയില്ല. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോ അമ്മയ്ക്കും ഒരു ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചു. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അതിന് പ്ലാന്റഡ് അക്വേറിയം തന്നെ കുറച്ചുകൂടി പ്ലാന്റ്സുകൾ അതിൽ നട്ട് ഒന്ന് സെറ്റപ്പ് ആക്കാന്നൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്റെ പ്ലാന്റഡ് അക്വേറിയത്തിന്റെ നടക്കോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഇപ്പൊ എന്നെ എടുക്കല്ലേ, നാളെ രാവിലെ എടുക്കാൻ പോണേ. ഇന്നിപ്പോ എടുക്കാൻ പോയാൽ പണി നേരം ഉണ്ടാവില്ല. നാളത്തേക്ക് മാർക്കർ തന്നെ ടർക്കി ടവലൊക്കെ താഴ്ത്തിട്ടാണ്, ബിസ്ക്കറ്റ് താഴ്ത്തിട്ടാണ്. കണ്ടാ എങ്ങടെ പോണേ? എങ്ങടാ? ഈ കാറ് ഫ്രണ്ട്സിനെ കാണിക്കാനാണ്. അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലോ? ബാക്കി ശിഷ്യൻ കട്ടിലേക്ക് ബൈ 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 പറഞ്ഞേ. ക്യാമറയിലാണ് നോക്കണം അമ്മ. പറ. ജീസിന്റെ കാറ്, ജീസിന്റെ സൈക്കിള്, എന്നിട്ട് എങ്ങനെ ഓടിക്കത്? എങ്ങനെ ഓടിച്ചേ? അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടാ. ബൈ ബൈ. അതിനെ കാണിക്കാം.